അപ്പോൾ നമ്മളൊന്ന് കുറച്ച് സിമെൻറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഇപ്പം നമ്മൾ പമ്പിൽ നിന്ന് ഡീസലൊക്കെ അടിച്ച് പോവാണ്. അങ്ങനെ നമ്മളിപ്പോൾ സൗത്ത് പുത്തലം കഴിഞ്ഞു 12 ഇറങ്ങാണ്. അങ്ങനെ നമുക്ക് തൃപ്പഞ്ചിക്കാണ് എത്തേണ്ടത്. പക്ഷേ അവിടെ റോഡ് ക്ലോസ് ആണ്, ഓവുചാലിലെ പണിയെടുക്കണം. അപ്പം ഇതിൽ കൂടെ ബൈക്ക് വിട്ടത് പോയൊക്കെ ഇതിൽ കൂടെ എങ്ങനെ അറിയില്ല. നമ്മൾ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗിയർ തേർഡിന്ന് സ്ലിപ്പാവും. സ്ലിപ്പാണ് പ്രശ്നം നമ്മൾ വണ്ടി. നല്ല ലെങ്ത് ഉണ്ട് വണ്ടി. അങ്ങനെ നമുക്ക് ഇപ്പം കിട്ടിയ അറിവ് പ്രകാരം ഈ റോഡ് പോയിട്ട് തൃപ്പഞ്ചി ഭാഗത്തേക്ക് ഇറങ്ങണം. അപ്പോൾ നമ്മളൊരു ഉള്ളേരിയയിൽ കൂടെ ഇങ്ങനെ പോവാണ്. ഒരു ഓവുചാലിൻ്റെ പണി കൊണ്ട് ഇപ്പോൾ മനുഷ്യന്മാർ കുടുങ്ങി. കുറേ വളഞ്ഞ് മൂക്കുടിച്ചു. നല്ല റോഡൊക്കെയാണ്, പക്ഷേ കുറച്ചധികം ചുറ്റാണ്ട്. കടപ്പത്ത് നേരെയുള്ള റോഡാണ് ഓവുചാലം പണിയെടുക്കുന്നത്. എയർപോർട്ടിന് മണ്ണെടുത്തായി കാണുന്നത്. ഇവിടെ ഫുള്ള് വലിയ വലിയ മലയിൽ എയർപോർട്ട് മണ്ണുണ്ടായി ഫുള്ള് നെഗറ്റീവ് റോഡ്. ഇവിടെ സൂപ്പർ പേര ഉണ്ടാക്കാം കുറച്ച് കഴിഞ്ഞാൽ. കമ്പനി എത്തിയാണ്. വണ്ടിയത് അവിടെ വേറെ വണ്ടി ഗേറ്റുണ്ട്. ഇതിൽ കൂടെ ഇനി ബാക്കച്ച് കൊടുക്കണം. ആ ദോസ്ത് അവിടെ കെട്ടി കൊടുക്കും. ദോസ്ത് ഇവിടെ ചളി ഇറങ്ങും. എന്നിട്ട് അത് കെട്ടി വലിക്കേണ്ടി വരും. അതിന്മേ ഉറപ്പാണ്. പിന്നെ ഇപ്പം നമ്മൾ കയറിട്ട് കെട്ടി വലിച്ച് ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക ചളിന്ന്. നമ്മളെ വണ്ടി ചളിക്ക് ഇറങ്ങാണ്ട് എന്താവും ഉള്ളക്കരം. അപ്പോൾ ലോഡാറ്റം വെച്ചുകൊടുത്ത് ഇതിൽ കൂടെ കയറ്റി പോകണം. ഒരു 150 ചാക്ക് സിമെൻറ്റ്. അങ്ങനെ നമ്മൾ ലോഡിങ് തുടങ്ങിയിട്ടുണ്ട്. സിമെൻറ്റ് ലോഡ് കയറ്റി പകുതിയായി. ഇവിടെ ഉണ്ട് കയറ്റാൻ 150 150. സ്വിമ്മിങ് പൂൾ ഓടിരണം. ഇങ്ങനെയാണ് ഈ മേലെ കെട്ടി താർപ്പായി നമ്മളെ വണ്ടി താർപ്പായി അങ്ങനെ കെട്ടി ഇവിടെ കെട്ടി എല്ലായിടത്തും കെട്ടി 4 സൈഡും കെട്ടി വലിച്ചെട്ടി അങ്ങനെ സാധനം കയറ്റുകയാണ്. അപ്പം മഴ ഇതാണ് പ്രശ്നമല്ല. ഇത്ര നേരം പെരുമ്പയില്ലേ. ഇപ്പം മഴ വന്നില്ല വരും. അങ്ങനെ നമ്മൾ സിമെൻറ്റൊക്കെ കയറ്റി ഒരു 6-6.5 ടണ്ണ് സിമെൻ്റ് ഉണ്ട്. ആ കയറ്റി നേരെ പോവാണ്. കീശ്ശേരിയിൽ നിന്ന് നീറാട് ചാടണം. നീറാടിൽ നിന്നാണ് പോകാല്ലേ. പോയൊക്കെ കാണാൻ കയറ്റൊന്നും ഉണ്ടാവില്ല, പക്ഷേ വണ്ടിക്ക് നല്ല കയറ്റമുണ്ട്. നമ്മൾ ടീച്ചർ പടി എത്തി. കീശ്ശേരി കുറച്ചുകൂടി പോകാണ്ട്. മുതലൂർക്ക് ചാടല്ല റോഡാണ്. വലിയ കയറ്റങ്ങൾ റോഡ് നല്ലതുണ്ട്. പക്ഷേ കുഴപ്പമില്ലാത്ത റോഡാണ്. എത്തും ചെയ്യും. മറ്റേ നമ്മൾ കൊണ്ടോട്ടിക്ക് ചാടി കൊണ്ടോട്ടിയിൽ നിന്ന് എടണ്ണപ്പാറ റോഡ് കയറി ഇങ്ങനെ വരണം. അത് കൊണ്ടോട്ടി നല്ല ബ്ലോക്ക് ഉണ്ടാവും. ഞാനിപ്പോൾ സെക്കൻഡിലിട്ട് ഇറക്കിയപ്പോഴും വണ്ടി നിൽക്കില്ല, പിടുത്തം കിട്ടില്ല. അതേമാതിരി ഗിയർ സ്ലിപ്പായി പോവുക. ബ്രേക്ക് നല്ലോണം പുഷ് ചെയ്യുമ്പോൾ ചവിട്ടുമ്പോൾ വണ്ടി റൈറ്റ് സൈഡിലേക്ക് പോവുക. അങ്ങനത്തെ കുറേ പ്രശ്നം ഉണ്ടാവും. അതാണ് ശ്രദ്ധിക്കുക. കെയർഫുള്ളായിട്ട് നല്ല ഓടിക്കുക, ഏത് വണ്ടി തന്നെ ആയാലും. ഈ ലോഡുള്ള വണ്ടി ഒന്ന് കയറ്റം കയറി വരുമ്പോൾ കാണുന്നതിലൊക്കെ ഒന്ന് വണ്ടി വരുന്നതിലൊക്കെ ഒന്ന് സൈഡാക്കി കൊടുക്കേണ്ടി. അതേമാതിരി ഇറങ്ങുമ്പോഴും ഷെൽഡിങ് റോഡൊക്കെ ആണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി. കാരണം ഇത് ചവിട്ടിയാൽ കിട്ടില്ല, വണ്ടി ഫുൾ ലോഡിൽ വരില്ലേ. അതിൽ കയറ്റം കയറുമ്പോൾ ചിലപ്പോൾ നിന്നാൽ വലിയില്ല. അപ്പം ചെറുവണ്ടി വരുന്നതിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നന്നാവും. കാരണം ഇതിൽ പോയവർക്ക് ഇതിൻ്റെ അടുങ്ങാറ് മനസ്സിലാവുള്ളൂ. ബാക്കിയുള്ള വണ്ടിയുമായി ഇത് ചവിട്ടിയാൽ കിട്ടില്ല. ചവിട്ടിയാൽ എത്ര പവറിൽ ചവിട്ടിയാലും വണ്ടി നിൽക്കില്ല, വണ്ടി വേറെ സൈഡിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ നമ്മൾ വലിയറമ്പക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. പോയൊക്കെ അങ്ങനെ ഇപ്പം നമ്മൾ വലിയറമ്പ് റോഡിൽ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ പോവാണ്. ഈ റോഡ് ഫുള്ള് കയറ്റാം. ഇന്ന് മലപ്പുറം ജില്ല റെഡ് അലേർട്ടാണ്. പക്ഷെ ഇവിടെ കമ്പം വെയിലാണ്. ഉച്ചൻ്റെ ശേഷം രാവിലെ കുഴപ്പമില്ലാത്ത മഴ ഉണ്ടായി. ഇനി ഇറക്കി കഴിയണവരെ മഴ പെയ്യാന്നാലേ സുഖമാണ്. ആ വണ്ടിക്കാർക്ക് മഴ പെയ്താലേ നമുക്ക് പണിയാണ്, വെയിലേറിയാലും പണിയാണ്. അങ്ങനെ ഇത് ഇറക്കുന്നത് കണ്ണാടിപ്പറമ്പ് പറഞ്ഞ സ്ഥലത്താണ്. കണ്ണാടിപ്പറമ്പ് അങ്ങോട്ട്
അങ്ങനെ നമ്മൾ കട്ട കമ്പനിക്കുള്ള റോഡ് കയറിയാണ്. കുറേ പക്ഷെ പോരാണ്ട് പോയോക്കുക. വഴി കുറച്ച് ദുഷ്കരമാണ്. ഫോണിൽ ചാർജും ഇല്ല. ഇവിടെ എത്തലും മഴ പെയ്യലും. ഒരു കട്ട കമ്പനിയാണ്. അൺലോഡിങ് ആയി ചെയ്തുകൊണ്ടിരിക്കുക ഭായിമാർ. നമ്മൾ പോരുമ്പോഴൊന്നും മഴയല്ലേ ഭാഗ്യത്തിന്. ഇവിടെ എത്തിയപ്പോൾ മഴ കയറി തുടങ്ങി. പക്ഷെ പ്രശ്നമല്ല, ഷീറ്റിൻ്റെ അടിയിലാണ്. ഇനി പോകുമ്പോൾ മഴ തരും കുഴപ്പമില്ല. നമുക്ക് താർപ്പായ ഉള്ളിൽ വെച്ചാൽ മതി. എന്താ ഇറക്കി പകുതിയായി ലോഡ്. വണ്ടി സൈഡിലേക്ക് ചേരിഞ്ഞാൽ നിൽക്കണം. കാരണം ലോഡ് മൊത്തം ഈ സൈഡിലാണ്. അപ്പോൾ ചേരിഞ്ഞ് നിൽക്കും ആസ് യൂഷ്വൽ. എന്താ വണ്ടി ഇറക്കി കഴിഞ്ഞോണ്ട് നിൽക്കണം. ഈ സൈഡ് മൊത്തം ഇറക്കി. ഇനി ഈ സൈഡ് കൂടെ ഇനിയൊരു 40 കൂടെ ഉണ്ടാവുള്ളൂ ഇറക്കാൻ. അങ്ങനെ അതാ സിമെൻറ്റൊക്കെ ഇറക്കി നമ്മൾ പോവാണ്. ഇനി ഫോണിൽ ചാർജ് ഇല്ല, 13% ഉള്ളൂ. അപ്പോൾ സിമെൻറ്റൊക്കെ ഇറക്കി കൊടുത്ത് സിമെൻറ്റ് ഇറക്കി കഴിഞ്ഞു. അങ്ങനെ പോരുകയാണ്. പള്ളി കാണുമ്പോൾ നിസ്കരിക്കണം. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.